ഭഗവതിയെ സംബന്ധിച്ചിടത്തോളം കുംഭമാസത്തിലെ ഭരണി ചെറുഭരണി എന്നും മീനമാസത്തിലെ ഭരണി വലിയ ഭരണി എന്നും അറിയപ്പെടുന്നത്. ഈ നക്ഷത്രത്തിന് എന്താ അത്രയും പ്രാധാന്യം? നമ്മുടെ ഈ 2026 ഇതാ നമ്മുടെ തൊട്ട് മുമ്പിലായി. ഇംഗ്ലീഷ് മാസം മാർച്ച് 22 ഞായറാഴ്ചയാണല്ലോ ഭഗവതിയുടെ ഭരണി ദിവസം. ഈ കഴിഞ്ഞ മാസം കുംഭമാസത്തിലെ ഭരണി മുതൽക്ക് ഈ ഭരണി വരെ ഉപാസകന്മാർ അനവധിയായ ചടങ്ങുകൾക്ക് സാക്ഷിയാവുകയാണ്. സാധാരണ നമ്മുടെ കേരളീയ ക്ഷേത്രഘടനകൾക്ക് അതീതമായ അതിവിപുലമായ ചടങ്ങുകൾ, പ്രത്യേകിച്ച് അവിടെ കൂറ നാട്ടില് കോഴിക്കല്ല് മോഡൽ തുടങ്ങിയിട്ടുള്ള അനവധിയായ ചടങ്ങുകളൊക്കെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ മാത്രമായിട്ട് നമുക്ക് ദർശിക്കാവുന്ന വിശേഷമായിട്ടുള്ള ചടങ്ങുകളാണ്. ആ ഭരണി ദിവസം ഭഗവതിയെ പ്രാർത്ഥിക്കുക, ആ സമയങ്ങളിലൊക്കെയും തന്നെ ദേവിയെ ദർശിക്കുക ബഹുവിശേഷമാണ്. ഇതിന്റെ ചരിത്രം ആരംഭിക്കുന്നത് തന്നെ യഥാർത്ഥത്തില് ധാരികവധത്തിനായി ഭഗവതി പുറപ്പെടുന്ന ദിവസമാണ് അത്ര യഥാർത്ഥത്തില് കുംഭഭരണി. കുംഭഭരണിയുടെ പ്രാധാന്യം തന്നെ ഭഗവതിയുടെ യുദ്ധത്തിനുള്ള ഒരു പുറപ്പാടാണ്. ഭക്തന്മാരും അതേ രീതിയിൽ സജ്ജാവണം, വ്രതനിഷ്ഠകളോടുകൂടി സജ്ജാവണം എന്നുള്ളതാണ്. ദേവിയുടെ ഉപാസനാക്രമങ്ങളൊക്കെ വളരെ വിശേഷമാണ്. മറ്റു ദേവതകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് ഭഗവതിയെ. കാരണം ഏതൊരു സാധാരണക്കാരനും കൊടുങ്ങല്ലൂരമ്മ കുറച്ചുകൂടെ എല്ലാവർക്കും വേദ്യമായിട്ടുള്ളൊരു ഭഗവതിയാണല്ലോ. തന്ത്രശാസ്ത്രത്തിൽ തന്നെ ആരാധ്യ ദേവതകളിൽ ഏറ്റവും ക്ഷിപ്രപ്രസാദമുള്ള 2 ദേവതാഭാവങ്ങളെ പറയണത് ഗണപതിയും അതുപോലെ ഭദ്രകാളിയും എന്നാണ് സങ്കല്പം പറയുന്നത്. വെച്ചാൽ എവിടെയും ആവാഹിച്ച് പൂജിക്കാവുന്ന ശീക്രം പ്രസാദിക്കുന്ന ദേവതാഭാവങ്ങളിൽ വളരെ ശ്രേഷ്ഠമതികളാണ് ഭഗവതി, ഭദ്രകാളി എന്നാണ് പറയുന്നത്. ഗണപതിക്കും അങ്ങനെ ഒരു ഗുണമുണ്ട് അത്ര. ഗണപതി എവിടെയും നമുക്ക് ആരാധിക്കാം, ശീക്രം തന്നെ ഗണപതി ഹോമം നടത്താം, ഗണപതിയെ പ്രീതിപ്പെടുത്താം. അത് വളരെ എളുപ്പമാണെന്നാണ് പറയുന്നത്. ഭദ്രകാളി അങ്ങനെ തന്നെയാണ്. മനസ്സുകൊണ്ട് ഭഗവതിയെ ഒന്ന് ധ്യാനിച്ച് ജപിച്ച് ഉപാസിക്കയിൽ തന്നെ നമ്മുടെ അനുഗ്രഹം, ഭഗവതിയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും നമുക്ക് വന്നു ചേരുന്നതാണ് പറയുന്നത്. പ്രത്യേകിച്ച് അതുകൊണ്ട് ധാരികവധത്തിന് പുറപ്പെടുന്ന ദിവസമാണ് കുംഭഭരണി. അസുര നിഗ്രഹം കഴിഞ്ഞ് വിജയത്തോടുകൂടിയുള്ള ഭഗവതിയുടെ പുറപ്പാടാണ് യഥാർത്ഥത്തിൽ മീനഭരണി എന്നും പറയുന്നു. മീനഭരണിയുടെ വലിയൊരു പ്രാധാന്യം അതാണ്. യുദ്ധവിജയം നേടി ഭഗവതി പുറപ്പെട്ടു വരുന്ന ഒരു സമയം എന്നുള്ളൊരു വലിയ പ്രാധാന്യമുണ്ട് മീനഭരണിക്ക്. തീർച്ചയായും ഭക്തര് ഈ സമയങ്ങളിൽ വ്രതനിഷ്ഠകളോടുകൂടി ഭഗവതിയെ ഉപാസിക്കുക. പ്രത്യേകിച്ച് ചൊവ്വാഴ്ചകളിൽ ആരംഭിച്ച് രാവിലെ കുളിയും ഇഷ്ടദേവതാ ധ്യാനങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം ആ ഭദ്രകാളി ധ്യാനങ്ങൾ, ഭദ്രകാളി 10 തുടങ്ങിയിട്ടുള്ള മന്ത്രങ്ങൾ, ലളിതാ സഹസ്രനാമം ജപിക്കുക. ലളിതാ സഹസ്രനാമം അല്ലെങ്കിൽ ഭദ്രകാളി സഹസ്രനാമം എന്ന് ദേവി ബുക്ക് സ്റ്റാളിലൊക്കെ ധാരാളം ലഭിക്കേണ്ട പുസ്തകം. ഭദ്രകാളി സഹസ്രനാമം ഉണ്ട്, ഭദ്രകാളി അഷ്ടോത്തര മന്ത്രമുണ്ട്. അതൊക്കെ ജപിച്ച് ഭഗവതിയെ ഉപാസിക്കുന്നത് അത്യന്തം വിശേഷമാണ്.